വിശദമായ വാർത്തകളിലേക്കാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം അടുത്ത ഘട്ടത്തിലേക്ക്. ആശാ വർക്കർമാരുടെ കുടുംബങ്ങൾ അടക്കം ഒത്തുചേരുന്ന പൗരസാഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വ്യക്തികളും പ്രതിഷേധ പരിപാടികളിൽ പങ്കാളികളാം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 62ാം ദിവസം കടന്നിരിക്കുകയാണ്. സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. വൃന്ദ, അനിശ്ചിതകാല സമരം, രാപ്പകൽ സമരം ഇപ്പോൾ 62 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 24 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് സർക്കാർ ഒരു പ്രതീക്ഷയോടെ തന്നെ ഉള്ള കാര്യങ്ങൾ നടത്തിത്തരും എന്നുള്ളൊരു വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ആശമാരോട് പ്രതിഷേധിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്രത്തോളം ജനപിന്തുണ ലഭിക്കുമെന്നുള്ള ഒരു സൂചന അതുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ആ ഒരു പൗരസാഗരം തയ്യാറാക്കുന്നത്. പൗരസാഗരത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ആരൊക്കെ ഉണ്ടാവും പൗരസാഗരത്തിൽ? ലിസ്റ്റിൽ ധാരാളം ആളുകളുണ്ട്. ഡോക്ടർ ഖദീജ മുംതാസ് വരുന്നുണ്ട്, പിന്നെ ഡോക്ടർ ആസാദ് തുടങ്ങിയിരിക്കുന്ന വളരെ പ്രമുഖരായ ആളുകളുണ്ട്. അതെ, ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആശമാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ നിന്ന്. നേരത്തെ തെക്കൻ ജില്ലകളിലാണ് കൂടുതലുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ നിന്ന് ധാരാളം ആശമാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാർക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഓരോ നടപടികളെല്ലാം നേരിടുന്നത്. ആ ഒരു പ്രശ്നം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ പലതരത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സമരത്തിന് മുമ്പുണ്ടായിരുന്ന പണിയെടുത്തതിൻ്റെ കൂലി, അതിലെ ഓണറേറിയം, ഇൻസെൻറ്റീവ് പോലുള്ള കാര്യങ്ങൾ പിടിച്ചു വയ്ക്കുക, അത് കൊടുക്കാതിരിക്കുക, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സമരത്തിന് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വിവിധ പ്രമുഖർ ഇവിടേക്ക് എത്തുന്നു, പൗരസാഗരം സംഘടിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ആശമാർക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. ഈ സമയത്ത് ഫെബ്രുവരി മാസത്തെ ഓണറേറിയം പലർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും സമരം ചെയ്യുന്ന ആശമാർക്ക് പലർക്കും പൈസ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടോ? അതെ, അത് വളരെ വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഒരു പ്രതികാര നടപടി തന്നെയാണത്. ഫെബ്രുവരി മാസം യഥാർത്ഥത്തിൽ 15 ദിവസം പണി ചെയ്തു. അതിന് മുന്നത്തെ ജനുവരി മാസം 5 ദിവസം, അവസാനത്തെ 5 ദിവസം പണി ചെയ്തു. അപ്പോൾ ഒരു 15-20 ദിവസം ജോലി ചെയ്തിട്ട് വേതനം കിട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഞങ്ങളത് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അന്നത്തെ അവസാനത്തെ ചർച്ചയിൽ അത് ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ ഈ നിമിഷം വരെ നടപടി എടുത്തിട്ടില്ല. ഒന്ന് ശക്തമായൊരു പ്രതികാര നടപടി തന്നെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്രതികാര നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ വീട്ടിൽ കയറുക, ഭീഷണിപ്പെടുത്തുക ഒക്കെ ചെയ്തിട്ട് പറയുകയാണ് ഇവിടെ ആളില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എന്ത് തരത്തിലാണ്? ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഇട്ടിങ്ങനെ പൂട്ടുകയാണ്. ഒരു വശത്ത് കൊടുക്കില്ല, ന്യായമായ കാര്യങ്ങൾ ചെയ്യില്ല, മറുവശത്ത് നമ്മളെ അധിക്ഷേപിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതെ, സംസ്ഥാന തലത്തിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഇവിടെ എന്ത് തരം അതിക്രമമാണ് നടത്തിയിട്ടുള്ളത് ഈ സമരമുഖത്ത്? അതുകൊണ്ടാണ് ഈ സമരത്തിന് ഇത്രയും പിന്തുണ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലൊരു സമരം കണ്ടിട്ടില്ല. 62 ദിവസം പിന്നിടുമ്പോഴും ഒരു പൊതുമുതൽ നശിപ്പിക്കുകയോ പോലീസുമായിട്ടൊരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയോ പോലും ചെയ്തിട്ടില്ല. പക്ഷെ വ്യാപകമായി കേസെടുക്കുന്നു. സ്ത്രീകളോടാണെന്ന് ഓർക്കണം, കോവിഡ് പോരാളികളോടാണ്. അപ്പോൾ ഒരു സമയത്ത് മാലാഖമാരായിരുന്ന ആളുകൾ ഇന്നിപ്പോൾ പ്രതികളായിരിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും, കാരണം തരുന്നില്ല. എന്തുകൊണ്ടാണ് തരാതിരിക്കുന്നത്? മന്ത്രിമാരും MLA മാരും ശമ്പളം വാങ്ങുന്ന ദിവസം ഇവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അത് അവർ നിർവഹിക്കണം. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർ പറയണം ധനപ്രതിസന്ധി കൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം വേണ്ട, ഞങ്ങൾക്ക് ധനപ്രതിസന്ധി തീർന്നിട്ട് തന്നാൽ മതി. കാരണം മന്ത്രിമാരുടെ മുഴുവൻ ചെലവും ഈ പൊതു ഖജനാവെന്നല്ലേ നിർവഹിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും, മാത്രമല്ല അവർക്ക് കടം കൊടുക്കാൻ ആളുണ്ടാവും. അവർക്കൊരു പ്രതിസന്ധി വന്നാൽ കടം കൊടുക്കാൻ ആളുണ്ട്. ഈ ആശാവർക്കർമാർക്ക് ആരാണ് കടം കൊടുക്കുന്നത്? അതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത്.
അവർക്കൊരു വണ്ടിക്കൂലി എടുക്കാൻ ഇവിടെ വരാനൊരു 100 രൂപ വണ്ടിക്കൂലി ഇല്ല എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. സമരമുഖത്തേക്ക് വരാൻ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മുഖത്തേക്ക് ആളുകൾ വരാത്തത്. അതിനെയൊക്കെ സർക്കാരിന്റെ അനുകൂല നിലപാടായിട്ട് ആളുകൾ മേനി നടിക്കുകയാണ്. അത് ശരിയല്ല. ഈ വീടുകളിലേക്കൊന്ന് ചെല്ലണം. നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ശാഠ്യം പിടിക്കുന്ന ആളുകൾ ഈ ആളുകളുടെ വീടുകളിലേക്കൊന്ന് പോകണം. അവിടെ കിടപ്പ് രോഗികൾ അടക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ സ്കൂളിന്റെ അവധിക്കാലമായിട്ട് കുട്ടികളെ എടുത്ത് വിടാൻ പറ്റുന്നില്ല. അവർക്ക് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള പാഠപുസ്തകങ്ങൾ എല്ലായിടത്തും കൊടുത്തു തുടങ്ങി. അത് വാങ്ങാൻ പറ്റുന്നില്ല. സ്കൂളുകളിൽ പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള ഫീസ് അടയ്ക്കാൻ സമയമായി. എന്ത് ചെയ്യണം? ഗവൺമെന്റ് പറയണം. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണിത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സമരം ഇത്രത്തോളം ശക്തമായി അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ പ്രധാന കാരണം ആശമാർക്ക് ഓണറേറിയം നേരത്തെ ലഭിക്കാനുള്ളത് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വലിയ ഭാഗം ഫെബ്രുവരിക്ക് ഉള്ള ഓണറേറിയം സർക്കാർ നൽകി എന്ന് പറയുമ്പോൾ പോലും സമരത്തിൽ പങ്കെടുത്തവരെ തഴയുന്നു എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നു. ഇപ്പോഴും ആശമാരെ സമരത്തിലേക്ക് പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു ഭീഷണിയൊക്കെ ഉയർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും കേട്ടത്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ സമരം പൊളിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു സൂചന തരുന്നുണ്ട്. ഏതായാലും ഈ പൗരസാഗരം സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകും. ആശമാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാകും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ഇവിടെ പങ്കെടുക്കും. ഏതായാലും വലിയ പിന്തുണയാണ് ലഭിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഏകദേശം രാവിലെ 10 മണി കഴിയുന്നതോടെ തന്നെ ഏറെ പേരും ഇവിടെ എത്തിക്കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. പ്രതികൂല കാലാവസ്ഥയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും ഒരു പിന്തുണ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ആശമാർ പ്രതിഷേധം തുടരുന്നത്. ശരി വിഷ്ണു.